കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ മേദല എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈന ക്ഷേത്രമായിരുന്നു കല്ലിൽ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 28 ഏക്കർ വിസ്തീർണം ഉള്ള ഒരു കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിൽ എത്തുവാൻ 120 പടികൾ കയറണം. പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കവാടം കടക്കുന്നിടം മുതൽ പാറകൾ നിറഞ്ഞ വഴിയും കാടുകളും കാണാൻ സാധിക്കും. മുകളിലേക്ക് ചെല്ലുന്തോറും പാറക്കല്ലുകൾ കൂടുതലായി കാണപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്കുള്ള പടികൾ അത്രയും കരിങ്കല്ലിൽ തീർത്തതാണ്. പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആനപ്പന്തലിൻ്റെ കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ ആരെയും അത്ഭുതപ്പെടുത്തും. പ്രദക്ഷിണ വഴിയിലും ശ്രീകോവിലിന് മുന്നിലും നിലത്താകെ കരിങ്കല്ലിൻ്റെ പാളികളാണ് പാകിയിരിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപമാകട്ടെ മേൽക്കൂരയടക്കം മുഴുവനായും കരിങ്കല്ലിൽ തീർത്തതാണ്. ഭഗവതി ഇരുന്നരുളുന്ന ശ്രീകോവിൽ ഒരു പടുകൂറ്റൻ കല്ലിൽ ഉണ്ടായിരുന്നതോ നിർമ്മിക്കപ്പെട്ടതോ ആയ ഒരു ഗുഹയ്ക്കുള്ളിലും. ഗുഹാക്ഷേത്രമായതിനാൽ തന്നെ പതിവ് ക്ഷേത്രങ്ങളിലേതുപോലെ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിന് പിന്നിൽ ചെന്ന് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കില്ല. ഭഗവതിയെ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തർ ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിനെയും കൂടി പ്രദക്ഷിണം വയ്ക്കുന്നത്. പ്രദക്ഷിണ വഴിയിലും കല്ലിൽ തീർത്ത പടവുകളും ചെറിയ ഗുഹകളും കല്ലുകളെ പിണഞ്ഞ് കാലങ്ങളായി ദേവിക്ക് പാദസേവ ചെയ്തു പോരുന്ന വേരുകളും നിറയെ കാണാം. ഇങ്ങനെ അന്തരീക്ഷത്തിൽ കല്ലിൽ അരുളുന്ന ദേവിയാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുക.